പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വിവാഹത്തിന്റെ കാര്യത്തിൽ തന്റെ തീരുമാനം അറിയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഇപ്പോൾ ക്രിഷ്. ഇതിന്റെ ഭാഗമായി തനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞത് വീട്ടുകാരെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ കൃഷിന്റെ ഈ തീരുമാനം എതിർത്തുകൊണ്ട് സാഗറും കൂട്ടരും മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കൃഷ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയും നമ്മൾ കൊടുത്ത വാക്ക് മാറ്റാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് സാഗർ. ഇതോടെ സാഗറിനോട് അച്ഛൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ്, ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കും എന്ന് പറയുകയും ചെയ്യുന്നു. ഞാനെടുത്ത തീരുമാനം ഉറച്ചതാണ്. മാനസിയെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അത് ആര് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് കൃഷ് പോവുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് സാഗറിന്റെ മുന്നിൽ. എന്നാൽ സാഗറിനോട് കാര്യങ്ങൾ താൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കൃഷിന്റെ അമ്മയായ സുജ. യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല. അവനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാം. ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. അവനെന്തോ എടുത്തുചാട്ടം കൊണ്ട് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുന്നതാണ്. അത് കാര്യമാക്കേണ്ടതില്ല. ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെ എടുത്തുചാട്ടമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ അത്ര കർക്കശമായിട്ടാണ് അവൻ്റെ തീരുമാനം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ പേടിയുണ്ട്. ഇത് കേട്ടതിനെ തുടർന്ന് സുജയും ഒരു നിമിഷത്തേക്ക് അന്താളിച്ചു പോയിരിക്കുകയാണ്. ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. തനിക്ക് വരുണുമായുള്ള വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇപ്പോൾ കൺമണി. എന്നാൽ ഇനി ഈ വിവാഹത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് മനോജ്. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞതാണ് നിങ്ങളുടെ വിവാഹത്തിന്റെ കാര്യം. ഇനി ഈ സമയത്ത് നീ ഇതിൽ നിന്ന് പിന്മാറിയാൽ അത് കുടുംബത്തിന് തന്നെ ചീത്തപ്പേരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് സമ്മതിക്കുകയില്ല. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് കൺമണി. തൻ്റെ അച്ഛനെ ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ സങ്കടം കേൾക്കണം എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. പക്ഷേ കൺമണി ഇപ്പോൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുകയാണ് കൺമണിയുടെ അച്ഛൻ. നിന്റെ കൂടെ സമ്മതത്തോടെയാണ് നമ്മൾ വിവാഹ നിശ്ചയം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ആ നിശ്ചയത്തിൽ നിന്ന് പിറകോട്ട് പോവുകയാണ് എങ്കിൽ അത് കാര്യങ്ങൾ അത്ര നല്ല രീതിയിലായിരിക്കുകയില്ല അവസാനിക്കുക എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നീ എടുത്ത തീരുമാനം തെറ്റിപ്പോയി. നിന്നെ ഇപ്പോൾ സഹായിക്കാൻ എനിക്കും സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അച്ഛൻ. ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയായതിനെ തുടർന്ന് എങ്ങനെ ചേച്ചിയെ സഹായിക്കും എന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് പോവുകയാണ് ഗോകുൽ. അതുകൊണ്ട് തന്നെ ഗോകുൽ മുന്നിലേക്ക് കടന്നു വരികയും ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി കൺമണിയോട് പറയുകയും ചെയ്യുന്നു. നമ്മൾ അവരോട് സംസാരിച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ ചേച്ചി ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നതാണ് നല്ലത്. ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് നിനക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുകയാണ് കൺമണി. ഇതോടെ കൺമണിയോട് തൻ്റെ മനസ്സിലെ ആശയം പങ്കുവെക്കുന്നതിനായി തയ്യാറാകുന്ന ഗോകുൽ, ചേച്ചി മനസ്സിലെ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ കൃഷ് സാറിനെ അറിയിക്കണം. കൃഷ് സാറിന്റെ അഭിപ്രായം പോസിറ്റീവാണ് ആവുകയാണ് എങ്കിൽ
രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതല്ലേ നല്ലത്. എന്തൊക്കെ പറഞ്ഞാലും ക്രിഷ് സാറിന്റെ അഭിപ്രായം അറിയാതെ നമുക്ക് ഒന്നും തന്നെ ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുകയില്ല എന്നത് തന്നെയാണ് സത്യം. ചേച്ചി, അതുകൊണ്ട് തന്നെ ക്രിഷ് സാറിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. എനിക്കിപ്പോൾ അതാണ് ചേച്ചിയോട് പറയാനുള്ളത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് ഇപ്പോൾ കൺമണി. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കൃഷിനെ കാണാൻ എത്തുകയാണ് കൺമണി. കൺമണി അപ്രതീക്ഷിതമായി ഇതേ തുടർന്ന് തന്റെ പ്രണയം ഒടുവിൽ കൃഷിനോട് തുറന്ന് പറയുകയും ചെയ്യുന്നത് പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.